അബ്ദുൾ അസീസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൾ അസീസ് DF മണ്ണാർക്കാട് DFO ആണ്. അബ്ദുൾ അസീസ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് കയ്യിലുണ്ട്? ഇത് സംബന്ധിച്ച് ഇത് നമ്മളെ കടുവ പോപ്പുലേഷൻ എസ്റ്റിമേഷനുമായിട്ട് സംബന്ധിച്ച് പോയിരുന്ന സ്റ്റാഫാണ്. അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് പെട്ടെന്ന് കാട്ടാനേന് മുന്നപ്പെടുകയുണ്ടായത്. പ്രതീക്ഷിതമായിട്ട് കാട്ടാന അറ്റാക്ക് ചെയ്തു. അദ്ദേഹത്തിന് അൺഫോർച്ചുനേറ്റ്ലി മരണപ്പെട്ടു. അപ്പോൾ നമ്മള് ബോഡി ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോട്ടത്തറ ഹോസ്പിറ്റൽ അത് അഗളി ഹോസ്പിറ്റലിലേക്ക് മാറ്റും. എത്ര പേര് സംഘത്തിലുണ്ടായിരുന്നു? 3 പേരുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ സോറി ബാക്കിയുള്ളവർ ചിതറി ഓടുകയായിരുന്നു. ബാക്കിയുള്ളവർ അതെ ബാക്കിയുള്ളവർ ചിതറി ഓടുകയായിരുന്നു. ആക്രമണത്തില് ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിന്നെ തിരിഞ്ഞ് നോക്കിയപ്പോ ആളെ കണ്ടില്ല. പിന്നീടുള്ള തെരച്ചിലാണ് ഇദ്ദേഹത്തിന്റെ ബോഡി കണ്ടെത്തിയത്. ശരി, വളരെയധികം നന്ദി ശ്രീ അബ്ദുൾ അസീസ്. താങ്കൾക്ക് അറിവുള്ള കാര്യങ്ങൾ പങ്കുവച്ചതിന്. ഗോകുൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുള്ളി വനമേഖലയിലാണ് ഈ കടുവ സെൻസസിനായി ഒരു സംഘം പോകുന്നത്. വനം വകുപ്പ് ജീവനക്കാരനാണ് മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റാണ് കാളിമുത്തു. കാട്ടാനെ കണ്ട് ഓടിയതോടെയാണ് ഇയാൾ കൂട്ടം തെറ്റിപ്പോയത്. മറ്റ് 2 പേരും ഓടി പ്രാണരക്ഷാർത്ഥം സുരക്ഷിത മാർഗത്തിലേക്ക് ഓടിപ്പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കാളിമുത്തുവിന് മാത്രം രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല.